സോ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം എല്ലാവരും എത്തിയില്ലേ ക്ലാസ്സിൽ? 40ൻ്റെ മുകളിൽ 50ഓളം ആൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും സൗണ്ട് ഓഡിബിൾ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോ ഓഡിയോ പ്രോബ്ലം ഉണ്ടോ? സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ കഴിയാത്ത ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന ലെസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അഡ്ജക്റ്റീവ് ഒക്കെ അതന്നെ പേജ് നമ്പർ 15 or 16 ആണ്. പിന്നെ മോണ്ടിസോറി TTCയുടെ ഇംഗ്ലീഷ് മീഡിയം ബുക്കിൽ വരും കേട്ടോ. പല ബുക്കുകളും മാറുമ്പോൾ പേജ് മാറുന്നുണ്ട്. ഇതിൽ നമ്മൾ അഡ്ജക്റ്റീവ് ചാപ്റ്റർ 3 ആണ്. അഡ്ജക്റ്റീവ് എന്ന ലെസൺ ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു നമ്മൾ പ്രോനൗണ് എന്ന ആ ലെസണുമായി ബന്ധപ്പെട്ട വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. അവിടെ കൊൽക്കത്ത എന്ന വേർഡും ക്യാപിറ്റൽ എന്ന വേർഡും വെസ്റ്റ് ബംഗാൾ എന്ന വേർഡും നൗണിൽ ഏത് നൗണാണ്? പ്രോപ്പർ നൗൺ ആണോ, കോമൺ നൗൺ ആണോ, അബ്സ്ട്രാക്ട് നൗൺ ആണോ, അതോ കളക്റ്റീവ് നൗൺ ആണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അഡ്ജക്റ്റീവിനെ കുറിച്ച് പറയാം. ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു 2 weeks ഗ്യാപ്പ് വന്നു കഴിഞ്ഞ ക്ലാസ്സിന് അപേക്ഷിച്ച്. കഴിഞ്ഞ ക്ലാസ്സും കൂടി. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ അഡ്ജക്റ്റീവിൻ്റെ കാര്യം ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ അഡ്ജക്റ്റീവ്? So adjective is a part of a speech that can be used to describe or provide more informations about a noun or pronoun. അപ്പോൾ ഒരു നൗണിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊനൗണിനെ കുറിച്ചോ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു പറയുന്ന വിശദാംശങ്ങളാണ് ഇവിടെ എന്താ പറയുക അഡ്ജക്റ്റീവായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധേയമായ കാര്യം എന്താ വെച്ചാൽ അഡ്ജക്റ്റീവ് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൂടിച്ചേർന്ന ഒരു ഫ്രേസും ആയിരിക്കാം. സാധാരണ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ നമ്മളതിനെ ഫ്രേസ് എന്ന് പറയും. അത് ഒന്നിൽ കൂടുതൽ നൗണുകൾ കൂടിച്ചേരുകയാണെങ്കിൽ നമ്മളതിന് നൗൺ ഫ്രേസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവുകൾ കൂടിച്ചേരുകയാണെങ്കിൽ നമ്മൾ അഡ്ജക്റ്റീവൽ ഫ്രേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നൗണിനെ കുറിച്ച് വിശദീകരിക്കുന്ന പദം എന്നേ നമുക്ക് അഡ്ജക്റ്റീവിന് അർത്ഥം പറയാൻ കഴിയുള്ളൂ. ഓക്കെ, നൗണിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്, അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. ഓക്കെ, എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അഡ്ജക്റ്റീവ്സ് ആർ ഫൗണ്ട് ആഫ്റ്റർ ദ വെർബ് ഓർ ബിഫോർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. പലപ്പോഴും അഡ്ജക്റ്റീവുകളെ നമ്മൾ കാണുന്നത് അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു വെർബിന്റെ ശേഷമോ അല്ലെങ്കിൽ ആ നൗണിന് അഡ്ജക്റ്റീവ് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നൗണിന് മുമ്പോ ആയിട്ടാണ് വരിക. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. അപ്പം നമുക്കൊരു വാക്യം എടുക്കാം. ഷീ ഈസ് ഇൻ്റലിജൻറ്റ്. ഷീ ഈസ് ഇൻ്റലിജൻറ്റ്. പിന്നെ ലെക്ചർ നോട്ട് വേണ്ടവർ നോട്ട് എഴുതിക്കോളൂട്ടോ. ഷീ ഈസ് ഇൻ്റലിജൻറ്റ്. സ്പെല്ലിംഗ് നോക്കാം. ഇൻ്റലിജൻറ്റ് INTELLIGENT ഇന്റലിജന്റ്. അപ്പോൾ ഇന്റലിജന്റ് എന്നൊരു വേർഡിനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിയുള്ള എന്നർത്ഥം വരുന്ന ഒരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, ഷീ ഈസ് ഇന്റലിജന്റ്. എന്താർത്ഥം? അവൾ ബുദ്ധിമതിയാണ്, അവൾ ബുദ്ധിയുള്ളവളാണ്. ഈ വാക്യത്തിൽ ഒരു വെർബ് എന്ന് പറയുന്നത് അവിടെ ഈസാണ്. ഈസ് എന്ന വെർബ് ഇവിടെ ചെയ്യുന്ന എന്താണ്? ഈ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വെർബിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടായാലും നിങ്ങൾ നോക്കുക, വെർബിന് ശേഷമാണ് അവിടെ അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. സോ ഷീ ഈസ് ഇന്റലിജന്റ്, അവൾ ബുദ്ധിമതിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ പറയുകയാണോ ഇന്റലിജന്റ് വുമൺ, ഇന്റലിജന്റ് വുമൺ, ബുദ്ധിമതിയായ സ്ത്രീ. ബുദ്ധിമതിയായ സ്ത്രീ എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം അറിയാൻ പറ്റും. വുമൺ എന്ന് പറഞ്ഞാൽ നൗണാണ്.
ആ നൗണിന്റെ മുമ്പാണ് ഇന്റലിജന്റ് എന്ന വേർഡ് വന്നിരിക്കുന്നത്. സോ ഇന്റലിജന്റ് എന്ന വേർഡ് ഇവിടെ പിന്നെ അഡ്ജക്റ്റീവ് തന്നെയാണ്. പക്ഷെ അത് മോഡിഫൈ ചെയ്യുന്ന നൗണിന്റെ മുമ്പാണ് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അഡ്ജക്റ്റീവ്സ് ആർ ഫൗണ്ട് ആഫ്റ്റർ ദ വെർബ് ഓർ ബിഫോർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. അതായത് ഒരു അഡ്ജക്റ്റീവ് ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആ വെർബിന്റെ ശേഷമായിരിക്കും വരിക. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നൗണിന് മുമ്പായിരിക്കും വരിക. മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഗുണങ്ങളോ ദോഷങ്ങളോ എടുത്ത് പറയുക എന്നുള്ളതാണ്, അഥവാ വിശേഷങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പൊ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ എല്ലാവർക്കും യെസ്. നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോട്ട്സുകൾ നമുക്ക് പിന്നെ പരമാവധി എന്താ പറയുക, നോട്ട്സുകൾ ലെക്ചർ നോട്ടായി നിങ്ങൾ എഴുതിയെടുക്കുക. നോട്ട്സുകൾ തരിക എന്ന് പറയുമ്പോൾ മെയിൻ നോട്ട്സ് തന്നെയാണ് നമ്മുടെ ഈ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക്, അറിയാലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യം ശ്രദ്ധിക്കാം. ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്. സോ ഒരു അഡ്ജക്റ്റീവ് ഒരു വാക്യത്തിൽ എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യുന്നത് അതിൻ്റെ ആ ഡ്യൂട്ടി ചെയ്യുന്ന ഫംഗ്ഷൻ അനുസരിച്ച് അഡ്ജക്റ്റീവ് നമുക്ക് കുറെ കാറ്റഗറി ആക്കി തിരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തൊക്കെ കാറ്റഗറി ആയി തിരിക്കാം? ഫസ്റ്റ് നോക്കിക്കോളൂ. ഫസ്റ്റ് വണ്ണാണ് പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്. സോ ഈ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥതാ ബന്ധം കാണിക്കുന്ന അഡ്ജക്റ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുന്നുണ്ട്, നമുക്ക് അപ്പം നോക്കാം. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്. സോ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഈ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. ഏതൊക്കെ പദങ്ങളാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി അടുത്താണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ പദങ്ങൾ ഒരു അഡ്ജക്റ്റീവായിട്ട് വരികയാണെങ്കിൽ അവയെ അഡ്ജക്റ്റീവൽ ഫ്രേസ് എന്ന് പറയാം. എന്നാൽ അഡ്ജക്റ്റീവൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ അവർക്ക് വേറൊരു പേരും കൂടി പറയാറുണ്ട്. അതാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ കൂടെ തരാം, ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് ആദ്യം പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് മൈ ബുക്ക്, എൻ്റെ പുസ്തകം. മൈ ക്ലാസ്, എൻ്റെ ക്ലാസ്. മൈ ബിഹേവിയർ, എൻ്റെ പെരുമാറ്റം. മൈ ആങ്കർ, എൻ്റെ ദേഷ്യം. മൈ ഇമോഷൻ, എൻ്റെ വികാരം. മൈ ഫാമിലി, എൻ്റെ കുടുംബം. അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ വാക്കുകൾ മുഴുവൻ നൗണാണ്. ആ നൗണിന്റെ മുമ്പ് നമ്മൾ മൈ എന്ന വേർഡ് യൂസ് ചെയ്തപ്പോൾ ആ മൈ എന്ന വേർഡ് ശരിക്കും ഈ നൗണുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. മൈ ഫാമിലി, എൻ്റെ കുടുംബം. അവിടെ വേറെ ആരും കുടുംബമല്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കാം, മൈ എന്ന വേർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഉടമസ്ഥതാ ബന്ധം കാണിക്കുന്ന പദമാണ്. അക്കാരണം കൊണ്ട് തന്നെ ആ പദം സിമ്പിളായി പറഞ്ഞാൽ അഡ്ജക്റ്റീവ് തന്നെയാണ്. ഓക്കെ, ഈ പദങ്ങളെ ഒന്ന് പരിശോധിക്കാം. മൈ മാത്രമാണോ? അല്ല. അപ്പൊ നിങ്ങളുടെ ക്ലാസ്, യുവർ ക്ലാസ്. നിങ്ങളുടെ പെരുമാറ്റം, യുവർ ബിഹേവിയർ. നിങ്ങളുടെ കുടുംബം, യുവർ ഫാമിലി. ഇതൊക്കെ പറയുമ്പോൾ അവിടെ നമുക്കറിയാം അവിടെയും ഉടമസ്ഥ ബന്ധം കാണിക്കുന്നത് അല്ലേ? അപ്പൊ യുവർ എന്ന പദമാണ് രണ്ടാമതായി വരുന്ന പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവിൽപ്പെട്ട പദം. ഇനി മൂന്ന് വരുന്ന പദമാണ് ഹിസ്. ഹിസ് അവന്റെ. ഹിസ് അവന്റെ കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞില്ല. അപ്പൊ ഇതിന്റെ കാര്യം ഏകദേശം ഒരു നാക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഹെർ അവളുടെ, ദയർ അവരുടെ, ഇറ്റ്സ് അതിന്റെ, ഹൂസ് ആരുടെ. ഹൂസ് എന്ന പദം കൂടി അവിടെ കൊടുക്കാം, ആരുടെ. അപ്പോൾ ഈ പദങ്ങളെ മുഴുവൻ നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ പദങ്ങൾ മുഴുവൻ പിന്നെ ഉടമസ്ഥാ ബന്ധം കാണിക്കുന്ന പദങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പദങ്ങളെ നോർമലായിട്ട് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. സോ why do we call them as possessive adjective? Because
ദേ ഷോ സം റിലേഷൻ വിത്ത് ദ നൗൺ. കണ്ടോ, അവക്ക് ശേഷം വരുന്ന നൗണുമായിട്ടൊരു ബന്ധം കാണിക്കുന്നുണ്ട്. മൈ ഫാമിലി, യുവർ ഫാമിലി, അല്ലെ? അവിടെ ബന്ധമുണ്ട്. ബന്ധമില്ലാതെ നമുക്ക് ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. സോ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഇത് നോക്കൂ. രണ്ടാമത്തെ കാറ്റഗറിയിൽ പിന്നെ പെടുന്നതാണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. എന്താണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്? സോ ദ വേർഡ് ഇൻട്രോഗേഷൻ മീൻസ് ക്വസ്റ്റ്യനിങ്. ഇൻട്രോഗേഷൻ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ചോദ്യം ചെയ്യൽ എന്നാണ്. ചോദ്യം ചെയ്യൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ഇവിടെ നമ്മൾ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവിന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. വാട്ട്, ഓക്കെ, വാട്ട് ബുക്ക്, വാട്ട് മാൻ, വാട്ട് ഫോറസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെയൊക്കെ നമുക്കറിയാം വാട്ട് എന്ന വേർഡ് അതിന് ശേഷം വരുന്ന നൗണുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വിച്ച് ഏത്, വിച്ച് ബുക്ക് ഏത് ബുക്ക്, വിച്ച് മാൻ ഏത് മനുഷ്യൻ, വിച്ച് ലേഡി ഏത് സ്ത്രീ, വിച്ച് വുമൺ, വിച്ച് ടീച്ചർ, വിച്ച് സ്കൂൾ. ഓക്കെ, so here you can understand that the word has some relation with the question word which or what. Okay, മനസ്സിലാവുണ്ടാവില്ലേ? അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ വിച്ച് മാൻ എന്ന് പറയുമ്പോഴൊക്കെ മാൻ എന്ന് പറഞ്ഞ മനുഷ്യനാണ്, അഥവാ അത് നൗണാണ്. അപ്പോൾ അതിന് ശേഷമുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യവാക്കുകൾ വാട്ട്, വിച്ച്, വേഴ്, വെന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെ നമുക്ക് ഈ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താം. സോ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. സോ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്. തേർഡ് എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. വാട്ട് യു മീൻ ബൈ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്? ദ വേർഡ് ഡെമോൺസ്ട്രേഷൻ മീൻസ് ടു ഇൻഡിക്കേറ്റ് സംതിങ്. ഡെമോൺസ്ട്രേഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെയാണ് പറയുക. എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുക. അപ്പൊ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വാക്കുകളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം ഏതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലേ? ദിസ്, ഈ. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ദിസ് മാൻ എന്ന് പറയും. ദിസ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ. ദിസ് ബുക്ക്, ഈ പുസ്തകം. ദിസ് ടേബിൾ, ഈ ടേബിള്. ദിസ് ഹൗസ്, ഈ വീട്. അപ്പോൾ ഇവിടൊക്കെ നമുക്കറിയാം ഈ വാക്കുകളെ ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങളായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ പദങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങൾ ദിസ്. ഇനി കുറച്ച് അപ്പുറത്തുള്ള ഒരു മനുഷ്യനെയോ മറ്റോ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ദാറ്റ് മാൻ, ദാറ്റ് വുമൺ, ദാറ്റ് ടീച്ചർ, ദാറ്റ് സ്കൂൾ, ദാറ്റ് ക്ലാസ് എന്ന് പറയും. THAT, ദാറ്റ്. അതിന് അതൊന്നും അർത്ഥമുണ്ട്, ആന്നും അർത്ഥമുണ്ട്. ദിസിന്റെ അർത്ഥം ഇത് അല്ലെങ്കിൽ ഈ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ രണ്ട് വാക്കുകളും മനസ്സിലായി കഴിഞ്ഞു. ചൂണ്ടിക്കാണിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിൽ ഈ വാക്കുകൾ പെടും. ഇന്ന് ഞാൻ ഒരു ടയേർഡാണ്, ബിക്കോസ് ഇന്ന് നമുക്ക് കുറച്ച് എമർജൻസി ആയിട്ട് കുറച്ച് ബുക്സ് സംഘടിപ്പിക്കാണ്ടായിരുന്നു. അപ്പോൾ പ്രസ്സൊന്ന് ബുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു 30 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു, സ്കൂട്ടി ഓടിച്ചു. അതിൻ്റെ ഒരു ടയേർഡ്നെസ് എൻ്റെ മുഖത്ത് കാണാൻ കഴിയും കേട്ടോ. ഓക്കെ, ഇനി ക്ലാസ് എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകണം. അത് എല്ലാ ദിവസവും അങ്ങനെ വർക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഇനി ഇവിടെ കുറേ മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ടെങ്കിൽ ആ കുറേ മനുഷ്യന്മാരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മൾ ദീസ് എന്ന വേർഡാണ് യൂസ് ചെയ്യുക. ദീസ് മെൻ, ഈ മനുഷ്യന്മാർ. ദീസ് വിമൻ, ഈ സ്ത്രീകൾ. ദീസ് ടീച്ചേഴ്സ്, ഈ അധ്യാപകർ. ദീസ് സ്റ്റുഡൻസ്, ഈ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഈ വാക്ക് പ്ലൂരലാണ്. കാരണം മെൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നർത്ഥം, അത് പ്ലൂരലാണ്. അപ്പോൾ കുറേ മനുഷ്യന്മാരെ, ഇവിടെയുള്ള എൻ്റെ അടുത്തുള്ള കുറേ മനുഷ്യന്മാരെയോ
കുറേ ഒബ്ജക്റ്റുകളെയോ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ദീസ്, THESE, സ്പെല്ലിംഗ് മാറരുത്, THESE, ദീസ് എന്ന പ്ലൂരൽ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, THIS ആണ് ദിസ്, അത് സിംഗുലർ ആണ്. THESE ആണ് ദീസ്, ഇവ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണത്, അത് പ്ലൂരലാണ്. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു നമ്മളിപ്പോൾ ദാറ്റ് എന്ന വേർഡ് നേരത്തെ പഠിച്ചു. ഇനി കുറെ അപ്പുറത്ത് കുറെ മനുഷ്യന്മാരുണ്ടെങ്കിൽ നമ്മൾ ദാറ്റ് മെൻ എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ദോസ് മെൻ എന്ന് പറയണം. ദോസ് മെൻ, THOSE ആണ് ദോസ് മെൻ, ആ മനുഷ്യർ. ദോസ് ടീച്ചേഴ്സ്, ആ അധ്യാപകർ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കൂ, ദോസ് എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂരലായിട്ട് ഉള്ള വാക്കുകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ദോസ്. പക്ഷേ അടുത്തുള്ള വാക്കുകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയല്ല, കുറെ ദൂരെയുള്ളവയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. സോ ദോസ് മെൻ, ദോസ് വിമൻ, ദോസ് ചിൽഡ്രൻ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആ കുട്ടികൾ, ആ അധ്യാപകര്, ആ മനുഷ്യർ എന്നൊക്കെ അർത്ഥം പറയാം. അതാണ് ഈ 4 വാക്കുകളെയാണ് പൊതുവിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന കാറ്റഗറിയിൽ പെടുത്തുക. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. അതെന്താണ്? അത് വളരെ സിമ്പിളാണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. 4 വാക്കുകൾ നിങ്ങളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ബുക്കിൽ കാണാൻ കഴിയും. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ adjectives are mainly used to describe the position of a subject, a noun or pronoun in space or time. ഇപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഈ സ്പേസിലാണ്, പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പദം യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അത്ര സിമ്പിളാണ് കാര്യം. ദാറ്റ് മെൻ എന്ന് പറയുമ്പോൾ കുറച്ച് അകലമുണ്ടായേക്കാം, അല്പം ദൂരെയായിരിക്കാം, ബട്ട് എന്താണ് അവിടെ ബന്ധം കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഈസി ആയിട്ട് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് കുറേ പ്രാവശ്യം വായിക്കണം. ബിക്കോസ് നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാമറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിപ്പിക്കേണ്ടി വരും. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് വാട്ട് യു മീൻ ബൈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. സോ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന വാക്കിന് അവിടെ തന്നെ എക്സാമ്പിൾ വരുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ നമ്മളെ വീടിൻ്റെ മതിലൊക്കെ വെയിറ്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കോമ്പൗണ്ട് മതിലൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് വാഷ്ഡ് ഫെൻസ് അല്ലെങ്കിൽ വൈറ്റ് വാഷ്ഡ് വാൾ എന്നാ പറയുക. എന്താ ഈ വൈറ്റ് വാഷ്ഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? വെള്ളപൂശിയ ചുമര് എന്ന് പറയാൻ വേണ്ടിയാണ്. ചുമര് നമുക്കറിയാൻ നൗണാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വൈറ്റ് വാഷ്ഡ് ഫെൻസ് അതല്ലെങ്കിൽ വൈറ്റ് വാഷ്ഡ് വാൾ എന്ന വേർഡൊക്കെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് സിമ്പിളായിട്ട് നമ്മൾ കണ്ട വൈറ്റ് വാഷ്ഡ്. അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ, അത് 2 വാക്കുണ്ടോ? വൈറ്റ് വാഷ് 2 വാക്കുണ്ടല്ലേ? അതുപോലെ നിങ്ങൾ നോക്കൂ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു കളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ഇടംകൈ കൊണ്ട് ബാറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ പറയും ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ. 2 വാക്ക് അവിടെ ഉണ്ടായി. അത് ഇങ്ങനെ വരുന്നതാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് അല്ലേ? അതുപോലെ തന്നെ ഈ വലത്ത് കൈ, അദ്ദേഹം ഒരു വലങ്കയ്യനാണെങ്കിൽ ആ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ ഒരു വലങ്കയ്യനായിട്ടുള്ള ബാറ്റ്സ്മാൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, റൈറ്റ് ഹാൻഡ് അല്ലേ? അതുപോലെ വേറെ ഒന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് ചുരുണ്ട മുടിയാണെങ്കിൽ നമ്മൾ പറയും കേളി ഹെയർഡ്. കേളി പറഞ്ഞാൽ CURLY ആണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഉണ്ട്. കേളി ഹെയർഡ് എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയുള്ള. പക്ഷെ 2 വാക്കുകൾ വന്നു അവിടെ. ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന കോമ്പൗണ്ട് അഡ്ജക്റ്റീവിന് എക്സാമ്പിളാണ്. നന്നായിട്ട് മനസ്സിലാക്കണത് അല്ലെ? കോട്ടൺ ടെയിൽഡ്, കോട്ടൺ പോലുള്ള വാലുള്ള ചില ഡോഗിനെയോ മറ്റു ആനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ അവയുടെ വാല് കണ്ടാൽ പെട്ടെന്ന് തന്നെ കോട്ടൺ കൊണ്ട് നിർമ്മിച്ചാണ് തോന്നിപ്പോകും. ആണ് കോട്ടൺ ടെയിൽഡ്. ഇനി ചില ആളുകൾ മനസാന്നിധ്യമില്ലാത്തവരാണ് ഈ കാര്യം. ഇവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട്. 1 മിനിറ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ.
ഓക്കെ, ബാങ്ക് കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഇപ്പോൾ ചില ആളുകൾ ഈ മനസ്സ് അവർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് വേറെ എവിടെയാണ് ഈ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന അവർ ശ്രദ്ധിക്കണം എന്നില്ല. ചിലപ്പോൾ അവർ ആ ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ പറയുന്നൊന്നും അവർ ശ്രദ്ധിക്കണം എന്നില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആബ്സെൻ്റ് മൈൻഡഡ് എന്ന് പറയും. ആബ്സെൻ്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ മനസാന്നിധ്യം ഇല്ലാത്ത, ശ്രദ്ധിക്കാത്ത. ഷീ ഈസ് ആൻ ആബ്സെൻ്റ് മൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൾ പലപ്പോഴും മനസാന്നിധ്യമില്ലാത്ത ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം ഒരു സ്ഥലത്ത് ആണെങ്കിൽ മനസ്സവിടെ ഉണ്ടാവില്ല, മനസ്സ് വേറെ എവിടെയാണ് ഈ കാര്യം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആബ്സെൻ്റ് മൈൻഡഡ്. ഇനി വേറെ ഒരു 3 വാക്കുകൾ, ഇതിൽ 3 വാക്കുകളും ചേർന്ന് വരാം. അപ്പോൾ ഹാപ്പി, ഗോ ലക്കി തുടങ്ങിയ വാക്കുകളൊക്കെ സന്തോഷവാനായി പോകുന്ന, ഭാഗ്യവാനായി പോകുന്ന നമുക്ക് അർത്ഥം പറയുന്ന അങ്ങനെയുള്ള വാക്കുകളും വന്നേക്കാം. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ 4 അഡ്ജക്റ്റീവിൻ്റെയും കാറ്റഗറി വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല, മലയാളത്തിലാണ് എല്ലാ കാര്യവും വിശദീകരിച്ചത്. അതെല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സംഭവം ക്ലിയർ ആണല്ലോ? ഒന്ന് തമ്മിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഓക്കെ അയച്ചോളൂ. റെഡി അല്ലേ സംഭവം? ഓക്കെ, ഇനി വായിക്കണം കേട്ടോ. പിന്നെ ക്ലാസ് റെക്കോർഡിംഗ് ആണ്, യൂട്യൂബിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും കേട്ടോ. പിന്നെ ടീച്ച്മെൻറ്റ് അറിയാലോ. ടീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ സാറ് നിങ്ങളെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യങ്ങൾ. ടീച്ച്മെൻറ്റിൻ്റെ റെക്കോർഡിംഗ് വേർഷൻ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡിംഗ് എന്ത് ചെയ്യുക, വേഗം ഒന്ന് കണ്ടുകാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമുക്ക് പലപ്പോഴും വിശ്വസനീയമല്ല. കാരണം അത് ഏത് സമയത്തും അവരുടെ പിന്നെ അഭിപ്രായങ്ങൾ മാറാം, അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമുകൾ മാറാം. ഈ ടീച്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കൊടുത്ത ആളുകൾ നമ്മളാണ്, വളരെ മുമ്പ് തന്നെ. അപ്പോൾ 1-2 വർഷമായിട്ട് നമ്മൾ ടീച്ച്മെൻ്റ് എന്ന ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ കൂടുതൽ കുട്ടികളെ കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ കൊടുത്തപ്പോൾ ടീച്ച്മെൻറ്റ് എന്ന ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ എന്താ പറയുക, വക്താക്കൾ നമ്മുടെ ആബിദ് സാറിന് പ്രത്യേക ഗിഫ്റ്റുകളോ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചു. ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് ആദരിച്ചു. ആസ്ഥാനം ബാംഗ്ലൂരാണ്. പക്ഷേ പിന്നെ അവരുമായിട്ട് നമ്മൾ അഗ്രിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു അഗ്രിമെൻ്റ് ഉണ്ടാവില്ല, ഞാൻ ക്ലാസ്സുകൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ പ്ലാറ്റ്ഫോം പേയബിൾ വെർഷനിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ എന്ന അവസ്ഥ വന്നു. ക്യാഷ് കാരണം കുറച്ച് ക്യാഷ് ഒന്നല്ല കേട്ടോ, വലിയ എമൗണ്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ കൊടുത്ത് 1 വർഷത്തേക്ക് നമ്മൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു. പക്ഷെ എടുത്തു കഴിഞ്ഞ് 5 മാസമായപ്പോഴേക്കും വീണ്ടും സാറിന് അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത നമ്മുടെ മാനേജ്മെൻറ്റ് ടീമിന് ഇവിടുന്ന് ഈ ടീച്ച്മെൻറ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫൗണ്ടേഴ്സ് ഒരു കോള് ചെയ്തു. ആ കോളിലവർ പറഞ്ഞു നിങ്ങളെ ടീച്ച്മെൻറ്റ് എത്രയും പെട്ടെന്ന് കട്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു 1 വർഷം ഉണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ, 1 വർഷം കിട്ടൂലേന്ന്. അപ്പോൾ അവർ പറഞ്ഞ ന്യായങ്ങൾ നിങ്ങളെടുത്ത് പറയാൻ വയ്യ കേട്ടോ. കാരണം നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. ഇതൊന്നും ആദ്യം പറയാത്ത ആളുകൾ അങ്ങനെ വലിയ കാരണം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് 96,000 രൂപ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത് വലിയൊരു എമൗണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് വലിയ എമൗണ്ടാണ്. അടച്ചാലേ ക്ലാസ് കിട്ടുള്ളൂ എന്ന അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മറ്റു സമാന്തരമായിട്ടുള്ള ആപ്പുകൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. സ്വന്തമായി ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള വർക്ക് നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് വിജയകരമായ ശേഷമേ സാറ് ഇങ്ങനത്തെ കാര്യം പറയുള്ളൂ. എന്തായാലും ടീച്ച്മെൻറ്റ് എന്ത് സംഭവിച്ചു എന്ന് പല കുട്ടികൾക്കും ചിലപ്പോൾ ചില സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ ടീച്ച്മെൻറ്റ് ഏത് സമയവും ടെക്നിക്കൽ എറർ വന്നേക്കാം. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ 1 മുഴം ഓടുന്ന ഡോഗിന് അല്ലെങ്കിൽ ഓടുന്ന ജീവിക്ക് 1 മുഴം മുമ്പേ എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും 1 മുഴം മുമ്പേ നീട്ടിയെറിഞ്ഞാണ്. എന്തായാലും ഗൂഗിൾ മീറ്റ് എന്തായാലും ഇനി പേയബിൾ വേർഷനായിട്ട് ഓൾറെഡി ഗൂഗിൾ മീറ്റ് പേയബിൾ വേർഷനാണ്. അത് 100-ലേറെ കുട്ടികൾ വരുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് 50 കുട്ടികളെ ഉള്ളൂ. 100-ലേറെ വരട്ടെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യം ആലോചിക്കാം കേട്ടോ. അപ്പോഴേക്കും സ്വതന്ത്ര ആപ്പുകൾ വരും. പിന്നെ ഈ ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റിൽ എടുക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലേക്ക്
നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അപ്ലോഡ് ചെയ്യും, ലിങ്ക് അയച്ചു തരും. പിന്നെ ലിങ്ക് പ്രൈവറ്റ് ആണ് ഈ കാരണം കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല, നമ്മൾ ലിങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം നിങ്ങൾക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ തന്നു മാത്രം. അതുകൊണ്ട് ടീച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾ എന്നും പെട്ടെന്ന് കണ്ട് റെക്കോർഡും ഒക്കെ തീർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചിങ് ക്ലാസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഗാലറി സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ അതിലുണ്ട് എന്നാണ് എൻ്റെ ധാരണ. അതൊന്നും പരീക്ഷിച്ചുകൊണ്ടോ നോക്കിക്കൊണ്ടോ നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് കണ്ട് കീപ്പ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. ഇനിയിപ്പോൾ ആ ഓപ്ഷൻ അവർ ഒഴിവാക്കുന്ന എനിക്കറിയില്ല, മുമ്പ് അതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്, ഓക്കെ അത് അപ്പോൾ അവരുന്ന ഈ പേയ്മെന്റ് അടക്കാൻ വേണ്ടി പറഞ്ഞ ശേഷം അവരതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അവർ നമ്മളിപ്പോ ചെയ്ത വീഡിയോസ് നമുക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളെ ഫോണിൽ നിന്നൊക്കെ റെക്കോർഡിങ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അഡ്മിൻസിന്റെ ഫോണിൽ നിന്ന് റെക്കോർഡിങ് വിട്ടുപോയതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പിൽ, കാരണം അവർ ആ ഭാഗമൊക്കെ ബ്ലോക്ക് ചെയ്തേക്കണ്. അവർ ഈ പേയ്മെന്റ് പറഞ്ഞ സമയത്ത് തന്നെ ബ്ലോക്ക് ചെയ്ത് കണ്ട പേയ്മെന്റ് പറഞ്ഞു ഞങ്ങളോട്. അല്ലെങ്കിൽ നമ്മള് അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്വന്തം സേവ് ചെയ്യാൻ പറ്റുമല്ലോ ഗ്രൂപ്പിൽ കിട്ടുമ്പോൾ. ആ ഗ്രൂപ്പിൽ നമുക്ക് എങ്ങനെ വെച്ചാൽ വീഡിയോ ആയിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അത് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പിലേക്ക് കൊടുത്താൽ മതി. എന്നാൽ ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവരെന്ത് ചെയ്തു, ഞങ്ങൾ ഈ അഡ്മിൻ ആയിട്ടുള്ള ആളുകൾ ആദ്യം അവർ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ കുറേ കുട്ടികൾ ബ്ലോക്ക് ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് 96,000 കൊടുത്ത് നമുക്ക് വീണ്ടും സബ്സിഡി എടുക്കാം. പക്ഷെ അവർ 1 ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും 4-5 മാസം കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു 5 ലക്ഷം അടക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് കഴിയൂല. പിന്നെ ആധാരം പണയം വെക്കേണ്ടി വരും കേട്ടോ. അതാണ് പ്രോബ്ലം. കാരണം ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവർ ഏത് നിമിഷം എന്ത് ചെയ്യും, ഒന്നാമത് അവർക്കൊരു ഓഫീസോ സംവിധാനമോ ഇല്ല, പിന്നെ ലീഗലി അപ്രൂവ്ഡ് അല്ല. നമുക്ക് എവിടെയും ഈവൻ ഗൂഗിൾ പേ എന്ന ആപ്പിനെ പോലും നമ്മൾ കൂടുതലും ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ പേ. ഈ ഗൂഗിൾ പേ എന്ന ആപ്പിനെ പോലും നമുക്ക് എന്താ പറയുക വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ഗൂഗിൾ പേയെ കുറിച്ച് സാറ് പറഞ്ഞു പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ഇട്ട് വരരുത്. കാരണം എനിക്കൊരിക്കൽ ഒരു വലിയൊരു എമൗണ്ട് ഗൂഗിൾ പേ വഴി നഷ്ടപ്പെട്ടൊരവസ്ഥ വന്നു. സാധാരണ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് തിരിച്ചു കയറിയില്ല. 3 ദിവസം എന്നുള്ളത് 3 ആഴ്ചയായിട്ടും കയറിയില്ല. ഞാനുടനെ അവരുടെ കൊച്ചിയിലുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ബോംബെയിൽ പോകണം, ബോംബെയിൽ പൂനെക്ക് അടുത്തായിട്ട് ഇന്ത്യയിലെ ഗൂഗിൾ പേൻ്റെ മെയിൻ ഓഫീസിൻ്റെ അവിടെ പോയൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ ആ എമൗണ്ട് പകുതിയോളം കാശ് എന്ത് ചെയ്യണം, ഈ യാത്രയ്ക്ക് വേണ്ടി ചിലവഴിക്കണം. ഞാൻ എന്തായാലും അവർക്ക് മെയിൽ അയച്ചു. എന്നെന്തോ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ചെയർമാൻ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തു, ബന്ധപ്പെട്ടു. ഞാൻ എൻ്റെ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരെടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ ക്യാഷ് എനിക്ക് റീഫണ്ട് ചെയ്തു. പക്ഷേ 10% സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ബാക്കി 90% റീഫണ്ട് ചെയ്തത്. റീഫണ്ട് ചെയ്ത് കിട്ടിയപ്പോഴേക്കും 2 മാസം സമയം കഴിഞ്ഞു. ഞാൻ ഗൂഗിൾ പേയെ കുറ്റം പറയില്ല കേട്ടോ. നമ്മളെ ഈ ഒരു മൊബൈൽ ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള ആപ്പാണ് ഗൂഗിള്. കാരണം ഗൂഗിൾ നമ്മളെ പറ്റിക്കൂല എന്നാ പറയാ. അപ്പോൾ ഈ ഗൂഗിളിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗൂഗിൾ പേ. അപ്പോൾ അതിന് പോലും നമ്മൾ ബാങ്കിലൊന്നും പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ഞങ്ങളറിയില്ല. നമ്മളിപ്പോൾ ഗൂഗിൾ പേ എന്ന് ക്യാഷ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ പോയി സംസാരിക്കും. ബാങ്കിൽ പറയും, നിങ്ങൾക്ക് ഞങ്ങളെ സമ്മതത്തോടു കൂടിയാണോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തത്, നിങ്ങൾ അതിൻ്റെ ഓഫീസിൽ പോയി ചോദിക്കുക പറയും. അപ്പോൾ ഞാൻ പറയട്ടോ, കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ഏത് നിമിഷവും എന്ത് ചെയ്യാം, അവരവർക്ക് തോന്നിയ പോലെ പെരുമാറിയേക്കാം. നമ്മളവരെ കുറ്റപ്പെടുത്തൽ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടായേക്കാം, ഒരുപാട് റീസൺ ഉണ്ടായേക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തോ ആവട്ടെ. നമ്മളെന്തായാലും സ്വതന്ത്രമായിട്ടുള്ള കുറേ കാര്യം ചിന്തിക്കുന്നുണ്ട്. സാർ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ തരും കേട്ടോ. ഈ നാളത്തിന് അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞ് ധൃതി കൂട്ടരുത്. അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ക്ലാസ്സുകൾ മൊത്തം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതിനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ എന്തായാലും ചിന്തിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ മുഴുവനായി കിട്ടും എന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് 4 കാറ്റഗറിയാണ്. അഡ്ജക്റ്റീവ് 4 കാറ്റഗറിയാണ്.
ഞാൻ ടീച്ചിങ്ങിനെ കുറിച്ചും ഗൂഗിൾ പേയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് 4 കാറ്റഗറി പോയോ? ഇനി സാറേ ഗൂഗിൾ പേ ഇതിൽ ഏത് അഡ്ജക്റ്റീവ് ആവും ചോദിക്കും ആരെങ്കിലും? ഇല്ലല്ലോ കേട്ടോ. അങ്ങനെ ചോദിക്കരുത്, കാരണം ചിലപ്പോൾ ആ കൺഫ്യൂഷൻ ആവേ കേട്ടോ. അങ്ങനെ ആവരുത്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം നമുക്ക് വന്നേക്കാം. ഇപ്പോൾ 4 കാറ്റഗറി. ഫസ്റ്റ് വൺ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പഠിച്ചു. സെക്കൻഡ് വൺ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പഠിച്ചു. തേർഡ് വൺ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പഠിച്ചു. ഫോർത്ത് വൺ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പഠിച്ചു. ഓക്കെ, നമുക്ക് അല്പം കഥകളിലേക്ക് പോകാം. അഡ്ജക്റ്റീവ് ശരിക്കും ഒരു പാവം അമ്മയുടെ 3ാമത്തെ മകനായി ജനിച്ചു. ഞാൻ നിങ്ങൾക്ക് ആ പറഞ്ഞ കഥ ഓർമ്മയിലുണ്ടാവും. ഒരമ്മ 8 മക്കളും. പിന്നെ അമ്മയുടെ 3ാമത്തെ മകനായി ജനിച്ചവനാണ് അഡ്ജക്റ്റീവ് എങ്കിലും അവനാള് മഹാപാവാണ്. നൗണിന്റെ പോലെയോ പ്രൊനൗണിന്റെ പോലെയോ ഒന്നും അഹങ്കാരമോ അല്ലെങ്കിൽ അവകാശങ്ങളോ അമ്മയോട് തർക്കിക്കലോ വാദിക്കലോ അവകാശങ്ങൾ നേടാൻ വേണ്ടി അമ്മയുടെ മുമ്പിൽ പിന്നെ അഭിനയിക്കലോ ഒന്നും ഇവനില്ല. ഇവനാണ് പാവാണ്. ഇവൻ ഒരിക്കൽ മാത്രം ഇവന്റെ ആഗ്രഹം, അതും അമ്മ കുറെ ചോദിച്ചപ്പോൾ ഇവന്റെ ആഗ്രഹം പറഞ്ഞു. ഓക്കെ, ഇവന്റെ ആഗ്രഹമായിരുന്നു ഇവനക്ക് നല്ല വസ്ത്രം അണിയാൻ. അഡ്ജക്റ്റീവ് ഒരു ആൺകുട്ടിയാണ്. സാധാരണ പുരുഷന്മാർക്കും നല്ല നല്ല വസ്ത്രമൊക്കെ അണിയാനുള്ള മോഹം ഉണ്ടായിരിക്കും. അഡ്ജക്റ്റീവിന് നല്ല വസ്ത്രങ്ങൾ അണിയാനുള്ള മോഹം ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല വസ്ത്രങ്ങളാവുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ ഞാൻ അഡ്ജക്റ്റീവിന് സാർ നിങ്ങളെ കാണുകയാണ്. നിങ്ങൾ വീട്ടിലായിരിക്കും നിങ്ങളുടെ ഒരു വേഷവിധാനം, ഡ്രസ് കോഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ, ഒരു നാടൻ ലുക്കായിരിക്കും. അവിടെ നമ്മൾ കൂടുതൽ ഒന്നും ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഡ്രസ്സുകളോ അതല്ലെങ്കിൽ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ധരിക്കൂല. ഉണ്ടോ? ഇല്ല അല്ലേ. എന്നാൽ നമ്മൾ ഈ വീട്ടിൽ കാണുന്ന അതേ കോലത്തിലാണോ നമ്മൾ ഫംഗ്ഷന് പോവുക? ഒരിക്കലും അല്ല അല്ലേ. ഫംഗ്ഷനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷനിലെ ശ്രദ്ധാകേന്ദ്രം നമ്മൾ തന്നെ ആയിരിക്കും. പക്ഷെ ആളുകൾ ഒരു 3ാം കണ്ണ് വെച്ചുകൊണ്ടാണ് ഈ കാര്യം നമ്മളെ നോക്കുക. ഓക്കെ, അതായത് നമുക്കെന്തോ കുഴപ്പമുള്ള ധാരണയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി നല്ല ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് പോകും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാമ് ഓഫ് ചെയ്യും കേട്ടോ. ക്യാമ് ഓഫ് ചെയ്യും. ആരുടെ ക്യാമ് ഓണാണ്? ഓക്കെ, ഞാൻ ക്യാമ് ഓഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. കാരണം ഒരാൾ ക്യാമ് ഓണായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ക്ലാസ് ജാം ആയിക്കാണ്ട് എൻ്റെ സൗണ്ടും കേൾക്കൂല. രണ്ടാമത് ക്യാമല്ല മൈക്ക്. ക്യാമ് ആണെങ്കിൽ ഓണായിക്കോളും, കുഴപ്പമൊന്നുമില്ല, ഈ പ്രശ്നം വരില്ല. മൈക്ക് ഓണാക്കുന്ന പ്രശ്നം വരരുത് കേട്ടോ. ക്യാമ് ഓണാക്കുന്നു ഓഫാക്കുന്നു നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ഫംഗ്ഷന് പോകുമ്പോൾ അണിയുന്ന ഡ്രസ്സ് തന്നെയാണ്. നിങ്ങൾ സ്കൂളിലേക്ക് പോകും, നിങ്ങൾ +2 പഠിക്കുന്ന കാലത്ത് സ്കൂളിലേക്ക് പോവുകയാണ്. എന്തായിരിക്കും അവസ്ഥ? മിക്കവാറും ആ സ്കൂളിലെ HM നിങ്ങളെ കണ്ടം വഴി ഓടിക്കും. ആ സ്കൂളിൻ്റെ പിറകിൽ ഇനി കണ്ടുണ്ടോ എനിക്കറിയില്ല, എന്തായാലും ഓടിക്കും. ആട് കയറ്റൂല, ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. കാരണം എന്താണ്? സ്കൂളിലെ ഡ്രസ് കോഡ് വേറെയാണ്. ഇപ്പോഴൊക്കെ ഡ്രസ് കോഡിൻ്റെ കാലമാണ്. കാരണം കല്യാണവും മറ്റൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡ്രസ് കോഡ് സെലക്ട് ചെയ്യാനും ഒരു മഹാസംഭവമാക്കിയിട്ട് മാറ്റാനും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അഡ്ജക്റ്റീവിന് ഡ്രസ് കോഡ് നോക്കാം. അഡ്ജക്റ്റീവ് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് നോർമൽ ഡ്രസ് കോഡ് മതി. ആ ഡ്രസ് കോഡിന് ഞാൻ ഇങ്ങനെ പേര് വിളിക്കാം, പോസിറ്റീവ് ഡിഗ്രി എടുക്കട്ടെ, ഒരു ഡിഗ്രി എടുക്കട്ടെ, പോസിറ്റീവ് ഡിഗ്രി. അപ്പം അമ്മ അല്ലേ, ആദ്യം അഡ്ജക്റ്റീവ് അമ്മ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പറയുകയാണ്. അമ്മ ചോദിച്ചു, ഇനി എന്തെങ്കിലും ഡിമാൻഡ് നിനക്കുണ്ടോ? അപ്പോൾ അഡ്ജക്റ്റീവ് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ അണിയുന്ന ഡ്രസ്സിന് ഒരു പേര് വേണം. അത് പിന്നെ കമ്പാരറ്റീവ് ഡിഗ്രി എന്നായിക്കോട്ടെ. കാരണം ആ ഫംഗ്ഷന് വരുന്ന മറ്റാരേക്കാളും നല്ല ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ എനിക്കൊരു കമ്പയർ ചെയ്യുന്ന ഒരു കമ്പാരറ്റീവ് ഡിഗ്രി എന്ന പേര് എനിക്കിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, സമ്മതിച്ചു, അഗ്രീഡ്. അപ്പോൾ അഡ്ജക്റ്റീവ് പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞോട്ടെ അവസാനമായിട്ട്. അമ്മ പറഞ്ഞു, നിന്റെ മൂത്ത് 2 എൻ്റെ പിന്നാലെ കൂടിയിരിക്കണ് ഇങ്ങനെ അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി. നീ എന്തായാലും അങ്ങനൊന്നും ഇല്ലല്ലോ. നീ പറഞ്ഞ മുമ്പേ ഞാൻ ആ കാര്യം സാധിച്ചു തരാം. എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം? അവൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ
സ്കൂളിലൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ടാവുമല്ലോ കേട്ടോ. അന്ന് യൂണിഫോം ഇറങ്ങാത്ത കാലമാണ്. അന്ന് സ്കൂളിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ വയ്യ. ഇപ്പോൾ സ്കൂൾ ഉണ്ടെന്ന് ഈ കഥയിൽ നിങ്ങൾ മനസ്സിലാക്കാം. അവിടെ പോകുമ്പോൾ എനിക്ക് സൂപ്പർലൈറ്റീവ് ഡിഗ്രി എന്ന ഡ്രസ്സ് മതി. സൂപ്പർലൈറ്റീവ് ഡിഗ്രി എന്ന ഡ്രസ്സ് മതി. ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മളെ മാർക്ക് 5 സ്ഥലങ്ങളിൽ പോകുമ്പോൾ 5 മോഡൽ ഡ്രസ്സ് എന്ന് പറഞ്ഞ സംവിധാനമൊന്നും അജറ്റീവിനില്ല. 3 ഡ്രസ് കോഡ് മാത്രമേ ഉള്ളൂ: പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലൈറ്റീവ്. ഓക്കെ, പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലൈറ്റീവ്. ആ വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലൈറ്റീവ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. ഇനി എന്താണ് പോസിറ്റീവ്, എന്താണ് കമ്പാരറ്റീവ്, എന്താണ് സൂപ്പർലൈറ്റീവ് എന്നൊക്കെ അറിയാനും മറ്റൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സവിസ്തരം നമുക്ക് നല്ല വിശദീകരിച്ചുകൊണ്ട് പറയാം. എന്തായാലും ഡ്രസ് കോഡ് പോലെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നന്നായി പറയാം. കഥയുടെ ഇടയ്ക്ക് ക്ലാസ്സിൽ കഥൻ്റെ ഇങ്ങനെയുള്ള പോയിന്റുകൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും, കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ കേട്ടോ? ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. അത് ഞാനിന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പകലായിട്ട് ഈ ക്ലാസ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. ലിങ്ക് നാളെ രാവിലെ ലിങ്ക് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം 8:02 ക്ലാസ് തുടങ്ങിയിട്ട് 40 മിനിറ്റായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന ധാരണയോട് കൂടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ പേയ്മെൻറ്റ് ചെയ്ത ഒരുവിധം എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഇന്ന് അവസാന ടെക്സ്റ്റ് ബുക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത ഒരു 3 പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അയച്ചിട്ടുണ്ട്. ഒരു 5-6 ദിവസം കൊണ്ട് എല്ലാവർക്കും കിട്ടും. 5-6 ദിവസമായിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. ഫോൺ വിളിച്ചാൽ പലപ്പോഴും കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. ഞാൻ ക്ലാസ്സിലോ യാത്രയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ കോൾ വരുമ്പോൾ ഞാൻ ആ കോൾ ഒഴിവാക്കലാണ്, അറിയാലോ. ഓക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ എന്തായാലും ഞാൻ നോക്കും, റീപ്ലൈ തരികയും ചെയ്യും കേട്ടോ. ഒരു 5-6 ദിവസം കൂടി വെയിറ്റ് ചെയ്തുള്ളൂ. അവസാനമായി പേയ്മെൻറ്റ് ചെയ്ത ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. ഓക്കെ, പിന്നെ ID കാർഡും തയ്യാറാക്കി അയച്ചിരുന്നു. കുറേ പേർക്ക് ID കാർഡ് കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞു, സന്തോഷിക്കുന്നു. ഇനി ബാക്കിയുള്ളവർക്ക് കുറച്ച് പേർക്ക് കിട്ടാൻ ബാക്കിയുണ്ടാവും. എന്തായാലും ഇന്ന് ശനിയാഴ്ച കഴിഞ്ഞു, നാളെ പോസ്റ്റ് ഓഫീസ് ലീവാണ്. തിങ്കളാഴ്ച കൂടി വെയിറ്റ് ചെയ്യുക. തിങ്കളാഴ്ച ആയിട്ടും ID കാർഡ് കയ്യിലെത്തുന്നില്ലെങ്കിൽ ആരെങ്കിലും എത്താത്തവരുണ്ടെങ്കിൽ ഞാൻ ആ ലിസ്റ്റ് കേട്ടോ, ഞാൻ ലിസ്റ്റ് ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പേര് നോക്കണം. പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തിങ്കളാഴ്ച ആയിട്ടും ID കാർഡ് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പേരില്ലാത്തൊരു ID കാർഡ് സെറ്റായിട്ടില്ല, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയക്കാൻ കുറച്ചും കൂടി സമയമെടുക്കും കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ഇനി ഓരോരുത്തരായിട്ട് റിമൂവ് ചെയ്തോളൂ കേട്ടോ. ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് അടിച്ചോളൂ.